السلام عليكم ورحمة الله. الحمد لله رب العالمين. صلى الله على نبينا محمد أشرف المخلوقين رحمة للعالمين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين التابعين لهم بإحسان إلى يوم الدين. اتقوا الله يا عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ അതിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമളാനിന് ശേഷം നമ്മൾ ക്ലാസ് ഇന്നും പുനരാരംഭിക്കുകയാണ്. റമളാനിൻ്റെ ഈമാനിക ചൈതന്യം ചോർന്നു പോവാതെ കാത്തു സൂക്ഷിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. നമ്മുടെ സാന്ദർഭികമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്നത്തെ ദീനീ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊരു ഇലക്ഷനൊക്കെ കഴിഞ്ഞു. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇലക്ഷനാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങളായ നമ്മൾ വളരെയധികം ഭീതിയിലും ഭയാശങ്കയിലും കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യത്തിലാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ വിശ്വാസ ആരാധന സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നു. ആരാധനാലയങ്ങളും മത പാഠശാലകളുമൊക്കെ പലതും തകർക്കപ്പെടുകയും പലതിൻ്റെയും അംഗീകാരം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകളായി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന ബാങ്കൊലി മുഴങ്ങുന്നു. അത് ഇക്കാലമത്രയും മറ്റേതെങ്കിലും ഒരു മതവിശ്വാസികൾക്ക് നേരെയുള്ള വെല്ലുവിളിയായി ആരും മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ അത് മറ്റ് മതസ്ഥരുടെ നേരെയുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന ശബ്ദമുയർന്നുകൊണ്ടിരിക്കുന്നു. ഇക്കാലം അത്രയും മറ്റൊരു മതസ്ഥനും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള കടന്നാക്രമണങ്ങൾ മുസ്ലിം സമുദായത്തിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഈ വിഷയം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അജ്മീറിലെ ഒരു പള്ളി ഇമാമിനെ ഏതാനും ആളുകൾ അടിച്ചു കൊന്നിരിക്കുന്ന ഒരു വാർത്ത വായിച്ചു. അത്തരത്തിൽ പേപ്പട്ടിയെ പോലെ മനുഷ്യരെ തച്ചു കൊല്ലാൻ, അടിച്ചു കൊല്ലാൻ മടിയില്ലാത്ത ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിരിക്കുന്നു. എങ്ങനെ അങ്ങനെ അടിച്ചു കൊല്ലാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു, സമ്മാഊന ലിൽ കദിബി അക്കാലൂന ലിസ്സുഹ്ത്. അങ്ങേറ്റത്തെ കളവ് പ്രചരിപ്പിക്കുകയും കേൾക്കുകയും അതിന് ചെവി കൊടുക്കുകയും ചെയ്യുന്നവരും അനർഹമായി സമ്പാദിച്ചു തിന്നുകയും ചെയ്യുന്നവരാണ് അവർ എന്ന് പറഞ്ഞ രൂപത്തിൽ മുസ്ലിം സമുദായത്തിലെ മുൻകാലഘട്ടങ്ങളിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ
സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ വേണ്ടി അധികാര കൊതിയന്മാരായ ഏതാനും മുസ്ലിം നാമധാരികളായ ഭരണാധികാരികൾ ചില അക്രമങ്ങൾ കാണിച്ചു എന്നും ഞങ്ങളുടെയൊക്കെ മുതുമുത്തച്ഛന്മാരെ അവർ കൊന്നു എന്നും ഞങ്ങളുടെയൊക്കെ മുതുമുത്തശ്ശികളെ അവർ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ വിവരമില്ലാത്ത സാധുക്കളായ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് അങ്ങനെ മനസ്സിൽ വെറുപ്പ് കുത്തി നിറച്ച് അത്തരത്തിലുള്ളൊരു ആ മനസ്സുകൾക്കാണ് ഇങ്ങനെ പേപ്പട്ടിയെ പോലെ മനുഷ്യരെ അടിച്ചു കൊല്ലാൻ സാധിക്കുന്നത്. 1925 നമ്മുടെ നാട്ടിൽ രൂപീകൃതമായ ഒരു സംഘടന. ആ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഒരു സവർണാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ബ്രാഹ്മണ മേധാവിത്വമുള്ള സവർണാധിപത്യത്തിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. ആ ലക്ഷ്യം നേടാൻ അവർക്ക് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സ്നേഹത്തിനും കാരുണ്യത്തിനും വില കൽപ്പിച്ചുകൊണ്ട് അതിലധിഷ്ഠിതമായി പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധ്യമല്ല എന്ന് രൂപീകരിച്ച നേതാക്കന്മാർ മുതൽ ഇന്നേ വരെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സത്യം, നീതി, ധർമ്മം, സ്നേഹം, കരുണ തുടങ്ങിയ മാനുഷികമായ വികാരങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ മുഖമുദ്ര തന്നെ കാക്കി ടൗസറും കുറുവടിയുമാണ്. കളവും ചതിയും വഞ്ചനയും അക്രമവും ഭയപ്പെടുത്തലും ഭീഷണിപ്പെടുത്തലും മാത്രമാണ് ഇക്കാലം ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. 925 രൂപീകൃതമായി 927 നാഗ്പൂരിൽ വെച്ച് വലിയൊരു കലാപം നടത്തി ആ കലാപത്തിന്റെ ലേബലിൽ നാടൊട്ടുക്കും ശാഖകൾ രൂപീകരിച്ച് പ്രചാരം സിദ്ധിച്ച ഒരു സംഘടന. അവരുടെ പ്രഖ്യാപിതമായ ലക്ഷ്യമായിട്ട് പറയുന്നത് ഒരു ഹൈന്ദവ ദേശീയത രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. അവർക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ തടസ്സമാകുന്ന ആരൊക്കെയാണോ അവരെയൊക്കെ അവര് ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നോക്കൂ, നിങ്ങള് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്ത് ഇന്ത്യ രാജ്യത്ത് മറ്റേതെങ്കിലും ഒരു ജനവിഭാഗത്തിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടല്ല അവർ നിലനിന്നിട്ടുള്ളത്. അവരവരുടെ മുസ്ലിം സ്വത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിമായി ജീവിച്ചു, അങ്ങനെ ജീവിച്ച് സമാധാനപൂർണമായി ജീവിച്ചു പോരുന്നവരാണ്. ഒരു നിലക്കും മുസ്ലിം സമുദായത്തെ ഒരു മുഖ്യ എതിരാളിയായി കാണേണ്ടുന്ന യാതൊരു സാഹചര്യവും നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ വ്യക്തികളിലും സമൂഹത്തിലും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായിട്ട് ഉണ്ടായിട്ടില്ല. ഇനി ഏതെങ്കിലും വ്യക്തികൾ തീവ്ര ലൈനിൽ ചിന്തിച്ചുവെങ്കിൽ അത് തന്നെയും അവരുടെ അതിക്രമങ്ങളുടെ അനന്തരഫലമായി കൊണ്ടുണ്ടായതാണ്. മുസ്ലിം സമുദായം മറ്റൊരു സമുദായത്തിന് വെല്ലുവിളിയായിക്കൊണ്ട് നിലനിൽക്കുന്നില്ല. പക്ഷേ അവരുടെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒന്നാമതായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ്. നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ മുസ്ലിം സമുദായം ഒന്നാമത്തെ ശത്രുവായി തീർന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഫിർഔനിന്റെ അടുക്കലേക്ക് അന റബ്ബുക്കുമുൽ അഅല, ഞാനാകുന്നു നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവൻ അടക്കി വാണിരുന്ന ഒരു ജനവിഭാഗത്തെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചിരുന്ന ഫിർഔനിനോട് നീയും ഞാനും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, സൃഷ്ടാവായ റബ്ബിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ അയാൾക്ക് സൽബുദ്ധി ഉണ്ടെങ്കിൽ അതിൽ എതിർക്കപ്പെടേണ്ടതായ ഒന്നുമില്ല. പക്ഷെ അയാൾക്ക് ഒരു സ്വാർത്ഥമായ താല്പര്യമുണ്ട്. അയാൾക്ക് രാജാവായി വാഴണം, ദൈവത്തിന്റെ അല്ലെങ്കിൽ അത്യുന്നതമായ പദവിയിൽ നിലനിൽക്കണം, ജനങ്ങളെ മുഴുവൻ അയാളുടെ അടിമകളെ പോലെ അവരെ കൊണ്ട് കീഴാള ജോലി ചെയ്യിക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും വിശ്വാസികളും അയാളുടെ മുഖ്യ എതിരാളികളായി തീർന്നു. ഈ രൂപത്തിൽ തന്നെ
കീഴ്ജാതിക്കാരെ അടിമകളെ പോലെ കണ്ടിരുന്ന ഒരു ജനവിഭാഗം, വീട്ടിൽ വളർത്തുന്ന പട്ടിക്കും പോത്തിനുമുള്ള സ്ഥാനം പോലും താഴ്ന്ന ജാതിക്കാരന് നൽകാത്ത ഒരു ജനവിഭാഗം, വീട്ടിൽ വളർത്തുന്ന പട്ടിക്കും പോത്തിനും സ്വന്തം വീട്ടിലെ പാത്രത്തിൽ കഞ്ഞി കൊടുക്കും, വെള്ളം കൊടുക്കും. പക്ഷെ താഴ്ന്ന ജാതിക്കാരന് അങ്ങ് അകലെ, തീണ്ടാപ്പാടകലെ കുമ്പിള് നിലത്ത് കുഴി കുഴിച്ചിട്ട് അതിൽ ഇല വെച്ച് കുമ്പിളിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്ത് മാറിപ്പോരുന്ന, എന്നിട്ട് ദൂരെ നിന്ന് അവൻ പട്ടിയെപ്പോലെ അത് നക്കുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു ജനവിഭാഗം, അതിൽ ആനന്ദം കണ്ടെത്തുന്ന അവരുടെ പിന്മുറക്കാർ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ജനവിഭാഗത്തോട് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, നിങ്ങളെ മുഴുവൻ ഞാൻ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കിയിരിക്കുന്നത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ദൈവത്തിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയരായിട്ടുള്ളവർ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളാണ്, ഏകോദര സഹോദരന്മാരാണ് എന്ന ആശയം ഇവർക്ക് വലിയ മേലാളന്മാരായിക്കൊണ്ട് കീഴ്ജാതിക്കാരെ കൊണ്ട് അടിമപ്പണി എടുപ്പിക്കുന്നതിന് തടസ്സമാണ്. അത് ഇപ്പൊ നമ്മൾക്ക് മുസ്ലിം സമുദായത്തിൽ വിശ്വാസപരമായ ജീർണതകളുണ്ട്. ഒസ്സാന്മാര് എന്ന് പറഞ്ഞൊരു വിഭാഗം, തങ്ങന്മാര് എന്ന് പറഞ്ഞൊരു വിഭാഗം. ഈ ഒസ്സാന്മാര് എന്ന് പറഞ്ഞ താഴ്ന്ന ജാതിക്കാരാണ്, തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലേക്കിടയിലുള്ളവരാണ് എന്നുള്ളൊരു ധാരണയൊക്കെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് ഖുർആൻ പഠിപ്പിക്കുന്നതോ ഹദീസുകൾ പഠിപ്പിക്കുന്നതോ പ്രവാചകന്മാര് പഠിപ്പിച്ചതോ ഇസ്ലാമിക പാരമ്പര്യത്തിൽപ്പെട്ടതല്ല, സാമൂഹ്യ ജീർണതയാണ്. എന്നാൽ അതുപോലുള്ള ഒരു സാമൂഹ്യ ജീർണതയല്ല ഇവരുടെ വിശ്വാസം. ശൂദ്രൻ നിന്ന ഈർഷ്യത, അഹങ്കാരം തുടങ്ങിയ ദോഷങ്ങൾ വെടിഞ്ഞ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരെ ശുശ്രൂഷിക്കുകയും അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുകയും വേണം. അവരുടെ പ്രമാണത്തിൽ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. താഴ്ന്ന ജാതിക്കാര് അവരുടെ അഹങ്കാരവും ഈർഷ്യതയും ഒക്കെ വെടിഞ്ഞിട്ട് മേൽജാതിക്കാർക്ക് അടിമപ്പണിയെടുക്കുന്നവരായി താഴ്ന്നവർ അങ്ങനെ ജീവിച്ചു കൊള്ളണം എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിന്നത് കൊണ്ട് ഇസ്ലാം വളരെ വിശ്വമാനവികതയുടെ, എല്ലാ മനുഷ്യരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ സഹോദരന്മാരാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയവർ, ഏറ്റവും നല്ലവരായി ജീവിക്കുന്നവരാണ്, തങ്ങന്മാരല്ല, ഒസ്സാന്മാരല്ല, അങ്ങനെ ഒരു വിഭാഗവുമില്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഈ താഴ്ന്ന ജാതിക്കാരൊക്കെ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി. അങ്ങനെ ഇസ്ലാമിലേക്ക് താഴ്ന്ന ജാതിക്കാരുടെ ഒഴുക്കുണ്ടായപ്പോ ഇവരുടെ കണ്ണിൽ ഇസ്ലാം മുഖ്യ ശത്രുവായി തീർന്നു. ഇപ്പൊ കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയിൽ അദ്ദേഹം അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരേഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്തം അവനെത്തി ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കേണ്ട തമ്പുരാനെ എന്ന് കുമാരനാശാൻ അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്ന കവിതയിൽ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ അകലെ, തീണ്ടാപ്പാട് അകലെ മാറി നിൽക്കേണ്ടുന്ന ഒരു ചെറുമനും പുലയനും ഒക്കെ അവിടെ പോയി തൊപ്പിയിട്ടിട്ട് ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു തമ്പുരാനെയും പേടിക്കേണ്ടതില്ല. എല്ലാ തമ്പുരാക്കന്മാരും റബ്ബിന്റെ മുമ്പിൽ ഒരുപോലെ സുജൂദ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അത്രക്ക് സമത്വമാണ്. ആ ഒരു ആദർശം ഞങ്ങൾക്ക് വെല്ലുവിളിയാണ് എന്ന് വളരെ കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അവരുടെ ഈ പറഞ്ഞ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ആളുകൾ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ രണ്ടാം സർസംഘ ചാലകായിരുന്ന MS ഗോൾവാൾക്കർ, മാധവ സദാശിവ ഗോൾവാൾക്കർ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, വംശത്തിന്റെയും സംസ്കാരത്തിന്റെയും ശുദ്ധി നിലനിർത്താൻ സെമിറ്റിക് വംശജരായ ജൂതരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ജർമ്മനി ലോകത്തെ ഞെട്ടിച്ചു. ആഴത്തിലുള്ള വ്യത്യാസങ്ങളുള്ള വംശങ്ങളെയും
സംസ്കാരങ്ങളെയും ഒരു സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കാനാവില്ല. അപ്പം വളരെ ആഴത്തിലുള്ള ഭദ്രമായ അടിവേരുകളുള്ള വളരെ കൃത്യമായ ആദർശത്തിലുള്ള ഒരു സംസ്കാരം, ഇസ്ലാമിക സംസ്കാരം, അതിന് ഹൈന്ദവ സംസ്കാരത്തിലേക്ക് ലയിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ന് ജർമ്മനി നമുക്ക് കാട്ടിത്തരുന്നു, ഹിന്ദുസ്ഥാനിലുള്ളത് നമുക്ക് പഠിച്ച് ഗുണഫലങ്ങൾ എടുക്കാവുന്ന ഒരു നല്ല ഹിന്ദുസ്ഥാനിലുള്ള നമുക്ക്, ഇന്ത്യയിലുള്ള നമുക്ക് പഠിച്ച് ഗുണഫലങ്ങൾ എടുക്കാവുന്ന ഒരു നല്ല പാഠമാണ് അവിടെ ഹിറ്റ്ലർ കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് ഇയാൾ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. അവൻ ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തതുപോലെ വംശശുദ്ധി വരുത്തണം. കാരണം അവര് ഒരിക്കലും നമ്മളുമായിട്ട് ഇഴുകിച്ചേർന്ന് പോവാൻ സാധിക്കുന്നവരല്ല, രണ്ടും വ്യത്യസ്തമായ സംസ്കാരമാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ പേജ് 47, ഈ പുസ്തകത്തിന്റെ പേജ് 47, വൈദേശിക സംസ്കാരങ്ങൾക്ക് രണ്ടിലൊരു മാർഗം സ്വീകരിക്കാം. ഒന്നുകിൽ ദേശീയ വംശത്തെ അംഗീകരിച്ച് അതിന്റെ സംസ്കാരം സ്വീകരിക്കുക. ദേശീയ വംശം എന്ന് പറഞ്ഞാൽ ഈ ഹൈന്ദവ വംശമാണ്. അതല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോവുക. അതിന്റെ പേജ് 47 എഴുതി ഈ സ്ഥാപക നേതാവ് എഴുതി വെച്ചതാണ്. അപ്പൊ ഒന്നുകിൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരം, ആ സംസ്കാരം ഏതാ നമുക്ക് മനസ്സിലായല്ലോ, ആ സംസ്കാരം സ്വീകരിക്കുക, അല്ലെങ്കിൽ രാജ്യം വിട്ടു പോവുക. അതേ പുസ്തകത്തിൽ തന്നെ എഴുതുന്നു, ഹിന്ദുസ്ഥാനിലെ വിദേശ വംശങ്ങൾ ഹിന്ദു സംസ്കാരവും ഭാഷയും സ്വീകരിക്കണം, ഹിന്ദു സംസ്കാരത്തെ ബഹുമാനിക്കുകയും അതിനെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ഹിന്ദു വംശത്തിൽ ലയിക്കാൻ അവർ അവരുടെ വേറിട്ട അസ്തിത്വം കൈയൊഴിയണം. ഹിന്ദു രാഷ്ട്രത്തിന് കീഴ്പ്പെട്ട് ഒന്നും അവകാശപ്പെടാതെ പ്രത്യേക അവകാശങ്ങൾ ഒന്നും അർഹിക്കാതെ അവർക്ക് ഇവിടെ ഈ രാജ്യത്ത് തുടരാം. അപ്പൊ ഹിന്ദു സംസ്കാരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു പൗരാവകാശവും ഇല്ലാതെ അവരുടെ കീഴിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ തുടരാം. അതല്ലാതെ മുസ്ലിം എന്ന് പറഞ്ഞ അഭിമാനകരമായ അസ്തിത്വത്തോടു കൂടി നിലനിൽക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ വിചാരധാരയിലടക്കം ഒന്നാം ശത്രുവായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായമാണ്, രണ്ടാമത്തത് ക്രിസ്ത്യാനികളാണ്, മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകളാണ്. അപ്പോ നമ്മള് ചില നേതാക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൈക്കിന് മുമ്പിൽ സബ്കാ വികാസ്, സബ്കാ പ്രോഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മൈക്കിന് മുമ്പിൽ പറയാനുള്ള ആളുകളെ ലോകത്തെ പറ്റിക്കാനുള്ള ചില ചെപ്പടി വിദ്യകൾ എന്നതിൽ കവിഞ്ഞ് വളരെ കൃത്യമായി ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടുന്ന ഇന്ത്യൻ സംസ്കാരവുമായി ഒരു നിലക്കും യോജിക്കാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗമാണ് മുസ്ലിമീങ്ങൾ എന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഈ മനുസ്മൃതി പറയുന്ന രൂപത്തിലുള്ള ഒരു സംസ്കാരം നമുക്കിവിടെ സ്ഥാപിക്കണം. അതിനു വേണ്ടി കഴിഞ്ഞ 100 വർഷമായി പണിയെടുക്കുകയും ഇപ്പോൾ അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഭരണകൂടത്താൽ നമ്മൾ ഭരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് അവസ്ഥ. ഇവിടെ നമുക്ക് ഏതായാലും മനസ്സിലായി, പുറത്തേക്ക് പറയുന്നതൊന്നും അല്ല അവരുടെ ഉള്ളിലുള്ളതും പ്രമാണങ്ങൾ, അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലുള്ളതും എന്ന് മനസ്സിലായി. കൃത്യമായിട്ട് ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് മാറ്റി നിർത്തപ്പെടേണ്ടുന്നവരാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഖുർആൻ പഠിക്കുന്ന മുസ്ലിമിന് ഒരിക്കലും ഒരു പുത്തരിയല്ല. കാരണം ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവരെന്താണ് പറയുന്നത്? ഇവർ പറയുന്നത് ഒരു വൈദേശിക സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വെല്ലുവിളിയായിക്കൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുവായിക്കൊണ്ട് നിലനിൽക്കുന്നവരാണ് മുസ്ലിം. അതുകൊണ്ട് രാജ്യദ്രോഹികളാണ്, അവർ ഈ നാട്ടിൽ തുടരാൻ അർഹതയില്ലാത്തവരാണ്. അതായത് നേരത്തെ പറഞ്ഞത് സമ്മാഉൻ അലിൽ കദിബ്, അങ്ങേയറ്റത്തെ കളവ് കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. മുസ്ലിം സമുദായത്തെ കുറിച്ച് ഏതൊക്കെ നിലക്ക് കളവുകൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ പ്രചരിപ്പിക്കാം. ഏതെങ്കിലും വ്യക്തികളിൽ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത വന്നാൽ അല്ലെങ്കിൽ പോരായ്മ വന്നാൽ അത് മുഴുവൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് മുസ്ലിം സമുദായത്തോട് മുഴുവൻ വെറുപ്പുണ്ടാക്കി തീർക്കുക. ഇങ്ങനെ വളരെ വളരെ വ്യവസ്ഥാപിതമായി ഒരു നൂറ്റാണ്ട് കാലം അവർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ നമ്മൾ ഇത് കേട്ട് പേടിക്കേണ്ടുന്നവരല്ല, കാരണം ഖുർആൻ പഠിച്ച ആളുകളാണ് നമ്മൾ. മൂസാ നബി അലൈഹിസ്സലാം പ്രബോധനം തുടങ്ങിയപ്പോൾ
ഫിർഔനും അനുയായികളും പറഞ്ഞത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞുതരാം. ഖാലു ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർദികും ബിസിഹ്രിഹിമാ വയദ്ഹബാ ബിത്വരീഖതികുമുൽ മുസ്ലാ. ഖാലു, അവർ പറഞ്ഞു, ഇൻ ഹാദാനി ലസാഹിറാനി, ഈ രണ്ട് ജാലവിദ്യക്കാര് മൂസാ നബിയും ഹാറൂൻ നബിയും, യുരീദാനി യുഖ്രിജാകും മിൻ അർദികും, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യദ്രോഹികളാണ് അവരെന്നാണ്. ഒരു മൂസാ നബിയും ഹാറൂൻ നബിയും. രാജ്യദ്രോഹപരമായതൊന്നും മൂസാ നബിയോ ഹാറൂൻ നബിയോ പറഞ്ഞിട്ടില്ല. മൂസാ നബിയും ഹാറൂൻ നബിയും പറഞ്ഞത് ഫിർഔനിനോടും അനുയായികളോടും നിങ്ങളെയും ഞങ്ങളെയും പടച്ച ഏകനായ ഒരു റബ്ബ്, ആ റബ്ബിനെ കീഴ്പ്പെട്ടുകൊണ്ട് ആ റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് ആ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടുന്നവരാണ് നമ്മളെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ രാജ്യദ്രോഹപരമായതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർദികും ബിസിഹ്രിഹിമാ, അവരുടെ ജാലവിദ്യ കൊണ്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യദ്രോഹികളാണ് അവർ എന്നാ പറഞ്ഞത്. എന്നിട്ടോ വയദ്ഹബാ ബിത്വരീഖതികുമുൽ മുസ്ലാ, നിങ്ങളുടെ അത്യുന്നതമായ മാർഗത്തെ ഇല്ലാതെയാക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ കാലത്തുമുള്ള സത്യനിഷേധികളുടെ അല്ലെങ്കിൽ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന, വിശ്വാസപരമായും ധാർമ്മികമായും സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ആളുകൾ എക്കാലത്തും ഞങ്ങളാണ് ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സനാതന ധർമ്മം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സനാതന ധർമ്മത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്നാ പറയുന്നത്. പക്ഷെ ആരെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ആരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തങ്ങളുടേതല്ലാത്ത സംസ്കാരങ്ങളൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. ഇപ്പൊ സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ വംശീയത സ്ഥാപിക്കാൻ എതിർ നിൽക്കുന്ന മുഴുവൻ സംസ്കാരങ്ങളെയും ഇല്ലായ്മ ചെയ്യണം എന്ന് എഴുതി വെച്ച ആളുകൾ എങ്ങനെയാണ് സനാതന ധർമ്മം? അപ്പൊ അവരും പറയുന്നത് നിങ്ങളുടെ അത്യുന്നതമായ സംസ്കാരത്തെയാണ് ഇസ്ലാം ഇല്ലാതെയാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് അപ്പൊ സനാതന ധർമ്മം എന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമ്മൾ വിചാരിക്കും എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ആളുകൾ. നോക്കൂ, ഇസ്ലാം ഇല്ലെങ്കിൽ സ്വന്തം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ഞാൻ പറഞ്ഞ രൂപത്തിൽ പട്ടിക്കും പോത്തിനുമുള്ള സ്ഥലം പോലും വകവെച്ച് കൊടുക്കാത്ത ആളുകളാണ്. അവരാണ് പറയുന്നത് ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സനാതന ധർമ്മത്തിന്റെ ആളുകളാണെന്ന്. അപ്പൊ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ജാതീയതക്ക്, വംശീയതക്ക്, വിഭാഗീയതക്ക്, താഴ്ന്ന ജാതിക്കാരനോട് ശത്രുത വെച്ച് പുലർത്തുകയും ഒക്കെ ചെയ്യുന്ന ജനവിഭാഗം. അതുപോലെ തന്നെ ഈ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, കല്ല്, കരട്, കാഞ്ഞര കുറ്റി മുതൽ മുള്ള്, മുരട്, മൂർക്കം പാമ്പ് വരെ സകല സൃഷ്ടികളെയും, എലിയും പശുവും തുടങ്ങി പാമ്പും തുടങ്ങി എല്ലാ സൃഷ്ടികളെയും ആരാധിക്കുകയും പൂജിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം. അതുപോലെ തന്നെ കാണുന്ന പഴയ മൺകൂനകൾക്ക് മുമ്പിൽ മുഴുവൻ തലകുനിക്കുന്ന ഒരു ജനവിഭാഗം. അത്തരത്തിലുള്ള ഒരു ജനവിഭാഗം. അതുപോലെ തന്നെ അവരുടെ വിശ്വാസം പലപ്പോഴും സമൂഹത്തിന് ഗുണകരമായതല്ല, സമൂഹത്തോട് പരസ്പരം സ്നേഹവും കരുണയും കാണിക്കാൻ പറ്റുന്നതല്ല. സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ദുർബല ജനവിഭാഗങ്ങളും പട്ടിണിപ്പാവങ്ങളോടും അതുപോലെ തന്നെ വികലാംഗരോടും തുടങ്ങി ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് സ്നേഹവും കരുണയും കാണിക്കാൻ തോന്നുന്ന മനസ്ഥിതിയുള്ള വെച്ച് പുലർത്താവുന്ന വിശ്വാസമല്ല അവർക്കുള്ളത്. കാരണം ഇവിടെ ഒരാൾ അന്ധനായി ജനിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വികലാംഗനായി ജനിക്കുന്നുവെങ്കിൽ, താഴ്ന്ന ജാതിക്കാരനായി ജനിക്കുന്നുവെങ്കിൽ അതൊക്കെയും മുജ്ജന്മ പാപത്തിന്റെ ഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗത്തിന് എങ്ങനെയാണ് കാരുണ്യ പ്രവർത്തനം നടത്താൻ സാധിക്കുക? ഒരുത്തൻ അന്ധനായിട്ട് നടക്കുകയാണ്, അവൻ തൊലയട്ടെ, നശിക്കട്ടെ എന്നല്ലേ വിചാരിക്കുക. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ ഫലമാണ് അനുഭവിക്കട്ടെ എന്നല്ല വിചാരിക്കുക. അപ്പോൾ സമൂഹത്തിന് പരസ്പര സ്നേഹവും കരുണയും വെച്ചു പുലർത്താൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള വിശ്വാസം. അപ്പൊ നമ്മൾ സാധാരണ പറയല്ലോ, സൂര്യൻ ഉദിച്ചാൽ മറ്റ് നക്ഷത്രങ്ങൾക്കൊന്നും പ്രകാശമില്ല എന്ന്. ഇതുപോലെ ഇസ്ലാമിന്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ചീഞ്ഞളിഞ്ഞ സംസ്കാരങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ഒന്നാമത്തെ ശത്രുവായിട്ട് ഇവർക്ക് മാറിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ ആദർശങ്ങളും മുമ്പിൽ ഒരു ചന്ദ്രനും മെഴുകുതിരിക്കും പ്രകാശമില്ല. അപ്പൊ ആ നിലക്ക് ഇസ്ലാം അവരുടെ മുഖ്യ ശത്രുവായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പൊ ഇത്തരത്തിൽ
ഒരു സംസ്കാരം വളർത്തിക്കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന ഇവര് മുസ്ലിം സമുദായത്തെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇനി ഈ ഇലക്ഷനിൽ കൂടി അവർ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ശക്തമായിട്ട് മുസ്ലിം സമുദായത്തെ ഉപദ്രവിക്കാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മുഖ്യ ശത്രു നമ്മുടെ മുമ്പിൽ റെഡിയായി നിൽക്കുന്നു എന്നാണ് മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ശത്രുവിനെ ആരാണ് നമ്മുടെ മുമ്പിൽ വെച്ചത്? എന്തിനാണ് ഇത്തരത്തിലൊരു ശത്രുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചത്? അള്ളാഹ് അറിയാതെ ഒന്നും നടക്കൂലല്ലോ, പടച്ച റബ്ബ് അറിയാതെ ഒന്നും നടക്കൂലല്ലോ. അപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് എതിരാളിയായിട്ട് ഫിർഔനെ നിശ്ചയിച്ച അള്ളാഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നമ്രൂദിനെ എതിരാളിയായി നിശ്ചയിച്ച അള്ളാഹു, അതേ റബ്ബ് തന്നെയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് മുഖ്യ എതിരാളിയായിട്ട്, ഒരു ശത്രുവായിട്ട് ഒരു ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാര്, നൂഹ് നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാര്, അവരുടെ എതിരാളികൾ പലപ്പോഴും ഇന്ന് നമ്മൾ നേരിടുന്ന രൂപത്തിലുള്ള അധികാരമുള്ള, എല്ലാ അധികാരങ്ങളുമുള്ള, സൈനിക ശക്തിയുള്ള സുപ്രീം കോടതിയും മറ്റെല്ലാ കോടതികളും അധികാരവും മീഡിയകളും എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശമുള്ള എതിരാളിയാണ്, ശക്തനായ എതിരാളി. ഇതേ രൂപത്തിൽ കരുത്തന്മാരായിട്ടുള്ള എതിരാളികളായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർക്ക് നേരിടേണ്ടി വന്നിരുന്ന എതിരാളികൾ. ഫിറഔൻ ചില്ലറക്കാരനല്ല, ഞാൻ തന്നെ പടച്ചോനാണെന്ന് പറയുന്ന ആളാണ്. എന്നെ നിങ്ങൾ അംഗീകരിക്കാതെ മൂസാ നബി അലൈഹി സ്വലാമിനെ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വലത് കൈ ഛേദിച്ചാൽ പിന്നെ ഇടതുകാൽ, ഇടത് കൈ ഛേദിച്ചാൽ പിന്നെ വലതുകാൽ, ആ നിലക്ക് ക്രോസ് ആയിട്ട് ഞാൻ ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അത് നടപ്പിലാക്കി, അല്ലെങ്കിൽ കുരിശിലേറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി അത് നടപ്പിലാക്കിയ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. അതുപോലെ ഒരുപാട് ഭരണാധികാരികൾ, നമ്രൂദിനെ പോലെ ഒരുപാട് ശക്തന്മാരായ കരുത്തന്മാരായിട്ടുള്ള ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ അള്ളാഹു ഒരു ശത്രുവിനെ ഉയർത്തി വെച്ചിരിക്കുന്നു. എന്തിന്? അപ്പൊ നമ്മൾ ഈ പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ച് പ്രവാചകന്മാർ ഈ എതിരാളികളെ എങ്ങനെ നേരിട്ടുമോ അങ്ങനെ നേരിടുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു എതിരാളിയെ നമ്മുടെ മുമ്പിൽ നിർത്തിയത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഖുർആനില് ഇത്തരത്തിലുള്ള പ്രവാചകന്മാരുടെ പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞ ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ സൂറത്തുൽ ഇസ്രായിൽ കാണാം. വഇൻ കാദൂ ലയസ്തഫിസൂനക മിനൽ അർളി ലിയുഖ്രിജൂക മിൻഹാ വഇദൻ ലാ യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീലാ വഇൻ കാദൂ ലയസ്തഫിസൂനക മിനൽ അർളി, താങ്കളെ നാട്ടിൽ നിന്ന് വിരട്ടിവിടാറായിട്ടുണ്ട്. വിരട്ടിവിടാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ലിയുഖ്രിജൂക മിൻഹാ, അതിൽ നിന്ന് താങ്കളെ പുറത്താക്കാൻ വേണ്ടി. വഇദല്ല യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, അങ്ങനെയാണെങ്കിൽ അധിക കാലമൊന്നും അവർ താങ്കൾക്കെതിരായിക്കൊണ്ട് അവിടെ താമസിക്കുകയില്ല. നിങ്ങളെയും സിയ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെയും നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല പറയാ വൈദല്ല യൽബസൂന ഖിലാഫക ഇല്ലാ ഖലീല, നിങ്ങൾക്കെതിരായിക്കൊണ്ട് അധിക കാലമൊന്നും അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല. സുന്നത്തമൻ ഖദ് അർസൽനാ ഖബ്ലക മിർ റുസുലിനാ വലാ തജിദ ലിസുന്നത്തിനാ തഹ്വീലാ, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അവർ നേരിട്ട അതേ നടപടിക്രമമാണ് താങ്കളും നേരിടുന്നത്. വലാ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല, അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ യാതൊരു മാറ്റവും കാണാൻ നിനക്ക് സാധ്യമല്ല എന്ന്. ആ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടത് പരീക്ഷണം, അതുപോലെയുള്ള പരീക്ഷണങ്ങൾ മുമ്പ് സമുദായങ്ങളും നേരിട്ടിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ആ പരീക്ഷണം അള്ളാഹു ഏർപ്പെടുത്തിയത്? അതിന് പിന്നിൽ അള്ളാഹു അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ പിന്നിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സുന്നത്തല്ല, അള്ളാഹുവിന്റെ നടപടിക്രമമാണത്.
വലാ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. സൂറത്ത് അഹ്സാബിലും ഇതുപോലെ കാണാം. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മൻ മുബീനാ. വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, വിശ്വാസികളെയും വിശ്വാസിനികളെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ബിഗൈരി മക്തസബൂ, അവര് പ്രവർത്തിച്ചതിനല്ല, അവർ ചെയ്തതല്ലാത്ത ഒരു തെറ്റും ചെയ്യാതെ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വഇസ്മൻ മുബീന, തീർച്ചയായും അവര് വ്യക്തമായ പാപവും അപവാദവും വഹിച്ചവരാകുന്നു. എന്നിട്ട് അല്ലാഹു പറയാ സുന്നത്തല്ലാഹ്, ആ ഉപദ്രവം ചെയ്ത ആളുകൾ അവരത് ചെയ്തത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. ഫില്ലദീന ഖലൗ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജനസമൂഹങ്ങളിലുള്ള വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ ഒരു മാറ്റവും കാണാൻ സാധ്യത. അപ്പൊ അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഒരു വലിയ ശക്തനായ ഒരു എതിരാളിയെ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്തിന്? പ്രവാചകന്മാര് നേരിട്ട രൂപത്തിൽ നമ്മളും അവരെ നേരിടുമോ എന്നറിയാൻ. എങ്ങനെയാ പ്രവാചകന്മാര് നേരിട്ടത്? പ്രവാചകന്മാര് നേരിട്ടത് എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഖുർആനില് വരാനിരിക്കുന്ന സമൂഹത്തെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തെയും അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിലും ശരീരങ്ങളിലും പരീക്ഷിക്കപ്പെടും. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വമിനല്ലദീന അശ്റകൂ, മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട അഹ്ലുൽ കിതാബുകാർ അഥവാ ജൂത ക്രിസ്ത്യാനികളിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും അദൻ കസീറ, ധാരാളം ഉപദ്രവങ്ങൾ. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ നേരിടുന്നത് പോലെ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നേരിടുന്നത് പോലെ ധാരാളം ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ അറിയാം? പിന്നെ വഇൻ തസ്ബിറൂ വതത്തഖൂ, അതാ പ്രവാചകന്മാർ കാണിച്ചത്. വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ. നോക്കൂ, നിങ്ങൾ പ്രവാചകന്മാരൊരിക്കലും പതച്ചു പൊങ്ങുന്ന വികാരത്തോടുകൂടി അവിവേകം പ്രവർത്തിച്ചവരല്ല. അതുപോലെ തന്നെ കേട്ടാൽ അറയ്ക്കുന്ന നീചമായ മുദ്രാവാക്യം വിളിച്ചവരല്ല. കാരണം അവർക്കറിയാം ഈ ശത്രുവിനെ സ്ഥാപിച്ചത് അള്ളാഹുവാണ്. ആ ശത്രുവിനെ സ്ഥാപിച്ചത് ഞങ്ങളുടെ ഈമാനും സഹന ശക്തിയും പരിശോധിക്കാൻ വേണ്ടിയാണ്. അതിനെ വളരെ വിജയപൂർവ്വം സഹനത്തോടെ ക്ഷമയോടുകൂടി നേരിട്ടാൽ ഈ ശത്രുവിനെ ഏർപ്പെടുത്തിയ റബ്ബ് തന്നെ ഞങ്ങൾക്ക് വിജയം നൽകുമെന്ന് വളരെ കൃത്യമായിട്ട് പ്രവാചകന്മാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറയാം വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ. നോക്കൂ, നിങ്ങൾ നമ്മളെ നാട്ടില് പിന്നെ ഒരുപാട് അക്രമങ്ങളും ഉപദ്രവങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ നേരെ തിരിച്ച് അതേ രൂപത്തില് വളരെ വൃത്തികെട്ട മുദ്രാവാക്യം വിളിക്കുകയും അതുപോലെ തന്നെ തവിടും മലരും സൂക്ഷിച്ചോ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരിക്കലും അങ്ങനെ ശത്രുക്കളെ അല്ലെങ്കിൽ ഹിദായത്ത് കിട്ടാത്ത ഒരു ജനവിഭാഗത്തെ, വിവരമില്ലാത്തൊരു ജനവിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. അതാ അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ കേൾക്കേണ്ടി വരും. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ? വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവർ വൃത്തികേട് വിളിച്ചു പറയുന്നത് പോലെ നിങ്ങൾ വൃത്തികേട് വിളിച്ചു പറയാൻ പാടില്ല. അവര് പ്രകോപനം ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ സഹനം കൈക്കൊള്ളേണ്ട. വഇൻ തസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ, വതത്തഖൂ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, കാര്യങ്ങളിൽ ദൃഢനിശ്ചയം ആവശ്യമുള്ള കാര്യമാകുന്നു, അല്ലെങ്കിൽ ദൃഢമായി നിശ്ചയിക്കപ്പെട്ട കാര്യമാകുന്നു അത് എന്ന്. അപ്പൊ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നമ്മുടെ മുമ്പിൽ വെച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമുക്ക് പലപ്പോഴും രോഗം വരാറുണ്ട്. നമ്മൾ ക്ഷമിക്കും, കാരണം രോഗം തന്നതാരാണ്? അള്ളാഹുവാണ്. ഈ രോഗം നമുക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട്, അള്ളാഹിനോട് ദേഷ്യം പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അച്ചമ കാണിച്ചുകൊണ്ടോ അത് മാറിക്കിട്ടൂല. അപ്പൊ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് ചികിത്സിച്ച് പ്രാർത്ഥിച്ച് രോഗം മാറ്റും. ഈ രൂപത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു പരീക്ഷണം തന്നെയാണ് ഒരു ശത്രുവിനെ മുമ്പിൽ ഉയർത്തിക്കാട്ടുക എന്നുള്ളത്.
അത് അല്ലാഹ് പറഞ്ഞതാ. ബലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ നാം ബലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം കൊണ്ട് പരീക്ഷിക്കും, വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, സമ്പത്തും ശരീരവും നഷ്ടം വരുത്തിക്കൊണ്ട് പരീക്ഷിക്കും, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന്. അവിടെയും പറഞ്ഞു ക്ഷമാലുക്കൾക്ക്. അപ്പൊ പരലോക വിശ്വാസം പൂർണ്ണമാവാത്ത, അള്ളാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാവാത്ത ആളുകളാണ് ഈ വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ട് പതച്ചു പൊങ്ങുന്ന വികാരവുമായിക്കൊണ്ട് പ്രകോപിതരായിക്കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങുന്നത്. കാരണം അവര് വിവരമില്ലാത്തവരാണ്. ആ വിവരമില്ലാത്ത ആളുകള് ദീനെന്താണെന്ന് അറിയാത്തവരാണ്. അവര് പരമാവധി പ്രകോപിപ്പിക്കും. ആ പ്രകോപനങ്ങളിൽ പെട്ടുപോകാതെ സഹനത്തോടെ ക്ഷമയോടുകൂടി നിലനിന്നാൽ അള്ളാഹു തന്നെ വിജയം നൽകും. മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതുപോലെ, നൂഹ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതുപോലെ, അവരുടെ ഒക്കെ എതിരാളികൾ ശക്തന്മാരായിരുന്നു. അതുപോലെ തന്നെ സഹനവും ക്ഷമയും കൈക്കൊണ്ടുകൊണ്ട് നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മെ സഹായിക്കും. അത് ഖുർആന്റെ വാഗ്ദാനാണ്. അതിന് പ്രവാചകന്മാർ സ്വീകരിച്ച അതേ മാർഗം നമ്മൾ സ്വീകരിക്കണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നാട്ടിൽ സമാധാനത്തോടു കൂടി ജീവിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് ചെയ്യാവുന്നതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. വളരെ വിശദമായി പറയാൻ സമയമില്ല. അപ്പൊ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യം മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കി ഈ മുഹാജിറുകൾക്ക് ഒരു അഭയ കേന്ദ്രം ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് ചെയ്തത് ജൂതന്മാരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുക. എന്ത്? നമ്മൾ പരസ്പരം പോരാട്ടം നടത്തുകയില്ല, ആരെങ്കിലും പുറത്തുനിന്ന് നമ്മെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് സമാധാന കരാറുണ്ടാക്കുക. ഒരു നാട്ടിൽ ജീവിക്കാൻ, സമാധാനത്തോടു കൂടി ജീവിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണമെന്നാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അതിനെ എത്രത്തോളം വിനയത്വവും താഴ്മയും കാണിക്കാൻ സാധിക്കും അത്രത്തോളം വിനയത്വവും താഴ്മയും കാണിക്കണം എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്, പ്രവാചകന്മാർ പഠിപ്പിച്ചത്. നമ്മൾ ഹുദൈബിയ സന്ധി പലപ്പോഴും കേട്ടതാണ്. അത് വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വളരെ അധികം താല്പര്യത്തോടു കൂടി ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകാൻ, പക്ഷെ എതിരാളികൾ അവർ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുദൈബിയയിൽ അവർക്ക് തങ്ങേണ്ടി വരിക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സമാധാന കരാറിൽ ഏർപ്പെടുക. അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പരമകാരുണികനും കരുണാനിധിയുമായ എന്ന് എഴുതിയത് അവർ മായ്പിക്കുക. എന്നിട്ട് ബിസ്മില്ലല്ലാഹുമ്മ എന്ന് എഴുതിപ്പിക്കുക. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് എഴുതിയ കരാറിൽ അത് മായ്പിച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് എഴുതിക്കുക, അബ്ദുല്ല എന്ന്. അതുപോലെ തന്നെ പിന്നുള്ള ഈ നിബന്ധനകള് മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് പോലും അംഗീകരിക്കാൻ പ്രയാസകരമായിരുന്നു. 10 വർഷത്തോളം പരസ്പരം യുദ്ധം ചെയ്യുകയില്ല, ഈ വർഷം ഉംറ നിർവഹിക്കാതെ തിരിച്ചു പോകണം, എന്നിട്ട് അടുത്ത വർഷം വന്നിട്ട് 3 ദിവസം മക്കയിൽ തങ്ങാം, ആ ഉംറ നിർവഹിച്ച് തിരിച്ചു പോകാം. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് മുസ്ലിം ആയിക്കൊണ്ട് വന്നാൽ അവരെ തിരിച്ചയക്കണം. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നാൽ അവർ തിരിച്ചയക്കേണ്ടതില്ല. ഈ കരാർ എഴുതി ഒപ്പിട്ട് മഷി ഉണങ്ങുന്നതിന് മുമ്പേ കരാർ എഴുതി ഒപ്പിടാൻ നിന്ന സുഹൈൽ ബിൻ അംർ, ആ സുഹൈൽ ബിൻ അംറിന്റെ മകൻ അബൂജന്തൽ കൈകാലുകളിൽ ചങ്ങലയുമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വരികയാണ്. ഈ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്, മഷി ഉണങ്ങിയിട്ടില്ല, അത്ര പെട്ടെന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജന്തലിനെ തിരിച്ചയക്കുക. ഒരിക്കലും സഹാബത്തിന് സഹിക്കാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബദറിലും ഉഹദിലും തുടങ്ങി ഒരുപാട് യുദ്ധങ്ങളിൽ എതിരാളികളെ, അക്രമികളായ ആളുകളെ നേരിട്ട് പരാജയപ്പെടുത്തി കൊണ്ടാണ് ഹുദൈബിയയിൽ എത്തുന്നത്. ആ സഹാബത്തിന്റെ മുമ്പിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കൂട്ടത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നാൽ തിരിച്ചയക്കണം, ഇവരെ കൂട്ടത്തിൽ നിന്ന് ആരും കൂടി അങ്ങോട്ട് പോയാൽ തിരിച്ചയക്കേണ്ടതില്ല എന്നുള്ള കരാറൊക്കെ ഒപ്പിടുന്നത്. ആ സമയത്താണ് സുഹൈൽ ഇബ്നു അബൂജന്തൽ ഇബ്നു അംർ ഇബ്നു സുഹൈൽ വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി തിരിച്ചയക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്,
താങ്കൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയല്ലേ? അലസ്ത നബി അല്ലാഹ് ഹഖ. ഉമർ അള്ളാഹിനോട് ചോദിച്ചു പോവുക. അത് വിശ്വാസമില്ലാത്തവരോട് ചോദിക്കല്ല, ആ വികാരം. അലസ്ത നബി അല്ലാഹി ഹഖ, താങ്കൾ അള്ളാഹിന്റെ യഥാർത്ഥ പ്രവാചകൻ തന്നെ അല്ലേ എന്ന് ചോദിച്ചു പോവുക. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നെ ഇന്നഹു ലറസൂലുള്ളാഹ് വലൈസ യഅസി റബ്ബഹു വഹുവ നാസിറുഹു, തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ തന്നെയാണ്. അത് ഉമർ അള്ളാഹിന് സംശയമുള്ളതുകൊണ്ടല്ല, ആ വികാരം കൊണ്ട് ചോദിച്ചു പോവുക. അലസ്ന അലൽ ഹഖി വഅദുന അലൽ ബാത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ അള്ളാഹിനെ സമാധാനിപ്പിക്കുക. നമ്മൾ സത്യത്തിലും അവര് അസത്യത്തിന്റെയും ആളുകളല്ലേ. അത് പ്രവാചകൻ തന്നെയാണ്, പക്ഷേ അള്ളാഹുവിന് ഒരിക്കലും എതിര് പ്രവർത്തിക്കുകയില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വഹുവ നാസിറുഹു, അള്ളാഹു അവനെ സഹായിക്കുമെന്ന്. ആ ഹുദൈബിയ സന്ധിയെക്കുറിച്ച് അള്ളാഹു ഫത്ഹം മുബീന, വ്യക്തമായ വിജയം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ താഴ്മയും വിനയത്വവും കാണിച്ചുകൊണ്ട് എത്രത്തോളം താഴാൻ പറ്റും അത്രത്തോളം താഴ്ന്നുകൊണ്ടാണ് റസൂൽ പ്രവാചകന്മാര് ഇത്തരത്തിലുള്ള എതിരാളികളെ നേരിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളും ഈ രൂപത്തില് പരമാവധി വിനയത്വവും താഴ്മയും ക്ഷമയും അവലംബിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എതിരാളികളെ നേരിടുന്നത്. അല്ലാതെ നിലക്ക് വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് സ്വയം നാശത്തിലേക്ക് ചെന്ന് ചാടുന്ന ഒരു അവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മതേതരത്വവും നിലനിർത്തിക്കൊണ്ട് സമാധാനം നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അവർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകളായി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ചെയ്യുന്നുണ്ട്. മതേതരത്വം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പ്രവാചകന്മാർ പഠിപ്പിച്ചത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം പ്രവാചകന്മാര് ബാധ്യതയായി പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബാധ്യത മുസ്ലിം സമുദായം മറന്നു പോവുകയും ചെയ്തു, അത് നിർവഹിച്ചില്ല. എന്താണ് ഏറ്റവും വലിയ ബാധ്യത? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ റബ്ബ്, ആ റബ്ബിനെ പരിചയപ്പെടുത്തുകയും ആ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് പറഞ്ഞതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി പ്രമാണിമാരോട് പറഞ്ഞതുപോലെ, ഇന്ത്യയിലെ ജനങ്ങളോട് മുഴുവൻ, അറിവില്ലാത്ത ജനങ്ങളോട് മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥന് കീഴൊതുങ്ങിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് റബ്ബിന് ഇബാദത്ത് എടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവരായ, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. ആ ഒരു ബാധ്യത നിർവഹിക്കുന്നതിൽ മുസ്ലിം സമുദായം കാര്യമായ വീഴ്ച വരുത്തി എന്നതിന്റെ അനന്തര ഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രവാചകന്മാരുടെ മുമ്പിൽ അള്ളാഹു ശത്രുക്കളെ നിയോഗിച്ചപ്പോ, ഉയർത്തി നിർത്തിയപ്പോ, അവിടെ പ്രവാചകന്മാര് സഹനത്തോടെ ക്ഷമയോടുകൂടി അവരുടെ ബാധ്യത നിർവഹിച്ചുകൊണ്ട് അവരെ നേരിട്ടുവെങ്കിൽ, അതേ രൂപത്തിൽ സഹനവും ക്ഷമയും അവലംബിച്ചുകൊണ്ട് സമാധാനത്തിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് ബാധ്യത നിർവഹിക്കുന്നതിൽ മാത്രം മുസ്ലിമീങ്ങൾ വീഴ്ച വരുത്തി. എന്നാലോ എതിരാളികളാവട്ടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം അവരുടെ അക്രമത്തിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ എല്ലാം, അവിടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനം എടുത്തു നോക്കിയാൽ ചതിയും വഞ്ചനയും മാത്രമാണല്ലോ. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വില കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് അവർ ചരിത്രം അവരുടെ കാലത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല. ഇപ്പൊ നമുക്കറിയാം, സംതോദ സ്ഫോടനം, എക്സ്പ്രസ് സ്ഫോടനം, മാലേഗാവ് സ്ഫോടനം, അതുപോലെ തന്നെ മക്ക മസ്ജിദ് സ്ഫോടനം, ഇതൊക്കെയും അവര് തന്നെ അവരുടെ സൈന്യത്തിൽ കേണൽ പദവിയിലുള്ള ആളുകൾ സൈന്യത്തിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്ന്, സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് നടത്തിയിട്ട് അത് ഏതെങ്കിലും പാവങ്ങളായ വിദ്യാസമ്പന്നരായ മുസ്ലിം ചെറുപ്പക്കാർ, അവർ എതിരാളിയായി കാണുന്ന മുസ്ലിം ചെറുപ്പക്കാരുടെ തലയിൽ കെട്ടിവെക്കുകയും പോലീസ് എന്നിട്ട് കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും മാധ്യമങ്ങൾ അത് ഏറ്റു പ്രചരിപ്പിക്കുകയും ഭരണകൂടം അതിന് ഒത്താശ ചെയ്യുകയും ചെയ്തു. അതൊക്കെ മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെച്ചു. എന്നിട്ട് ആ അക്രമം ചെയ്ത ആളുകൾ അത് യഥാർത്ഥ പ്രതികൾ പ്രജ്ഞാസിംഗ് താക്കൂറും അതുപോലെ തന്നെ അസിമാനന്ദായും ഒക്കെ സ്വാമിയും ഒക്കെയാണ് എന്ന് കണ്ടെത്തിയ
പിന്നെ പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളുമായിട്ടുള്ള ഹേമന്ത് കർക്കറയെ പോലെയുള്ള അതുപോലെയുള്ള ആളുകളെ, ഗോവിന്ദ് പൻസാരയെ പോലെയുള്ള ആളുകളൊക്കെ ഇല്ലായ്മ ചെയ്തു. അപ്പൊ അക്രമത്തിന്റെയും ചതിയുടെയും വഞ്ചനയുടെയും മാർഗത്തിൽ ഒരു നൂറ്റാണ്ട് കാലം പ്രവർത്തിച്ച് അവർ വിജയത്തിലെത്തിയെങ്കിൽ, യഥാർത്ഥ ദീന് പ്രബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നേരിടുന്ന വെല്ലുവിളി മുസ്ലിം സമുദായം നേരിടേണ്ടി വരുമായിരുന്നില്ല. ഒരു പരിധി വരെ ഇപ്പൊ നമുക്കറിയാം, കേരളത്തില് മുസ്ലിം സമുദായം അത്രത്തോളം നിന്ദിക്കപ്പെടേണ്ടുന്നവരും അപമാനിക്കപ്പെടേണ്ടുന്നവരും നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ടുന്നവരുമാണ് എന്നൊരു ധാരണ കേരളീയ സമൂഹത്തിനില്ല. എന്തുകൊണ്ടില്ല? കേരളത്തിൽ ഇസ്ലാം എന്താണെന്ന് കൃത്യമായി സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ദീനിനോട് കൂടുള്ള പ്രമാണങ്ങളെ പിന്തുടരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അതുകൊണ്ടില്ല. ഉത്തരേന്ത്യയിലൊന്നും അതല്ല അവസ്ഥ. ഖബറിന് സുജൂദ് ചെയ്യുന്ന ഒരു ജനവിഭാഗം, ദീനെന്താണെന്ന് അറിയാത്തൊരു ജനവിഭാഗം, തൗഹീദ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തൊരു ജനവിഭാഗം, അവര് ഈ മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള കള്ളക്കഥകളിൽ വിശ്വസിച്ച് എതിരാളികളെ തിരുത്തി കൊടുക്കാൻ ഒരാളില്ല. അതുകൊണ്ട് തന്നെ ആ ക്രൂരമായ മനസ്സോടുകൂടി പേപ്പട്ടിയെ തച്ചു കൊല്ലുന്നത് പോലെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇന്നിപ്പം മുസ്ലിം സമുദായം കേരളത്തിൽ ഇനിയും ശക്തമായി നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കേണ്ടത് കേരളത്തിലടക്കം. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും പരസ്യമായിട്ട് വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പൊ നമുക്കറിയാലോ, സുൽത്താൻ ബത്തേരിയ ഞാൻ ഗണപതി വട്ടം എന്ന് ആക്കും എന്ന് പരസ്യമായിട്ട് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? അപ്പം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളിൽ അക്രമവും ചതിയും വഞ്ചനയും കളവും മാത്രം മുഖമുദ്രയായിട്ട് പ്രവർത്തിച്ചൊരു ജനവിഭാഗം അള്ളാഹു നമ്മോട് പറഞ്ഞ ബാധ്യത മുസ്ലിം സമുദായം നിർവഹിക്കുകയും ചെയ്തില്ല. ഇതിന്റെ അനന്തരഫലമാണ്. അപ്പൊ അള്ളാഹു നമുക്ക് വാഗ്ദത്തം നൽകിയതാണല്ലോ വിജയം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറയുന്നുണ്ട്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. ആ ബാധ്യത റസൂൽ നിർവഹിച്ചു. 23 കൊല്ലക്കാലം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വിജയിച്ചു. ഇതുപോലെ തന്നെ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും അങ്ങേയറ്റത്തെ താഴ്മയും വിനയത്വവും സ്വീകരിക്കുകയും അതോടൊപ്പം ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും ചെയ്യൂ, നിങ്ങൾ വിജയിക്കും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് പഠിപ്പിക്കുന്ന വിശ്വാസം, അവന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത ദർശനം, അവന് കീഴൊതുങ്ങാൻ പഠിപ്പിക്കുന്ന അവൻ പഠിപ്പിച്ചു തന്ന സംസ്കാരം, ആ സംസ്കാരത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് ഇതാണ് സത്യം എന്ന് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പോലും ആ സത്യം അംഗീകരിക്കാത്ത ആളുകളെയും അംഗീകരിക്കാനും അവർക്കും നന്മ ചെയ്യാനും അവർക്കും കാരുണ്യം ചെയ്യാനും അവർക്കും നീതി ചെയ്യാനും അവരോടും നന്മയിൽ വർത്തിക്കാനും സാധിക്കുന്നവരായിരിക്കണം മുസ്ലിമീങ്ങൾ. അത് അള്ളാഹു പഠിപ്പിച്ചതാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ ഇതാണ് സത്യം എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അത് സമൂഹത്തോട് പറയുകയും ചെയ്യുന്നതോടൊപ്പം അത് അംഗീകരിക്കാത്ത എല്ലാ ജനവിഭാഗങ്ങളെയും അവരുടെ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കുകയും അവർക്ക് കഴിയുന്ന നന്മകൾ ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഖുർആൻ നോക്കൂ, നിങ്ങൾ ഖുർആൻ പറയാം, വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. വലാകിൻ ലിയബ്ലുവകും ഫീമാ ആതാകും, പക്ഷെ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളെ വ്യത്യസ്ത സമൂഹങ്ങളാക്കിയിരിക്കുന്നു. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുക. നിങ്ങൾ ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലേക്കാകുന്നു മടക്കപ്പെടുന്നത്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഭിന്നിച്ചതിനെ കുറിച്ച് അള്ളാഹു നിങ്ങളെ അറിയിച്ചു തരുന്നത്. ഇവിടെ അള്ളാഹ് പറയാം, അള്ളാഹ് ഉദ്ദേശിച്ചത് നിങ്ങൾ ഒരൊറ്റ സമൂഹമാക്കി മാറ്റാൻ അള്ളാഹ്ക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എതിരാളികളെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ നിർബന്ധിച്ച് മതം മാറ്റേണ്ടെന്ന് ആവശ്യമില്ല. മറ്റൊരായത്തിൽ അള്ളാഹ് പറയാം, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. വലൗ ശാഅ റബ്ബുക, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും വിശ്വാസികളാവുമായിരുന്നു. അപ്പൊ എല്ലാവരും വിശ്വാസികളായിരുന്നു റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ല.
അപ്പൊ അന്ത തുക്രിഹുന്നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അപ്പൊ ആളുകളെ വിശ്വാസിയാവാൻ നീ നിർബന്ധിക്കുകയോ? അപ്പൊ ഒരിക്കലും നിർബന്ധിക്കേണ്ടതില്ല. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം അതാണ് സത്യം എന്ന് വിശ്വസിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നതോടൊപ്പം ആ വിശ്വാസം സ്വീകരിക്കാത്ത എല്ലാവരെയും നമ്മൾ അംഗീകരിക്കുകയും അവർക്ക് കഴിയുന്ന നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട് സ്നേഹത്തോട് സഹവർത്തിത്വം ചെയ്യണം. അപ്പം മതേതരത്വം ഖുർആന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ഖുർആൻ കൃത്യമായി പറഞ്ഞുതരാം, മതേതരത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം. കാരണം അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും മുസ്ലിമാക്കാൻ അള്ളാഹ്ക്ക് കഴിയായിരുന്നു. അങ്ങനെ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ അവരെ നിർബന്ധിക്കാൻ മതത്തിലേക്ക് നിർബന്ധിച്ച് മാറ്റാൻ പാടില്ല എന്ന് മാത്രമല്ല, അവർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ നന്മകളും ചെയ്തു കൊടുക്കണം എന്നാണ്. മറ്റ് മതസ്ഥരെ അംഗീകരിക്കണം, അവർക്ക് അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് മാത്രമല്ല, അവരെ വിമർശിക്കാൻ പാടില്ല, അവരുടെ ആരാധ്യന്മാരെ ആക്ഷേപിക്കാൻ പാടില്ല. ഖുർആൻ പറഞ്ഞു വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. അള്ളാഹുവിന് പറഞ്ഞ അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കാൻ പാടില്ല, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. നിങ്ങളുടെ വിശ്വാസമാണ് അത്യുന്നതമായത്, അതാണ് റബ്ബ് പഠിപ്പിച്ചത് എന്ന് പറയുന്നതോടൊപ്പം അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കുകയും അവരുടെ വിശ്വാസം അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും അവരെ ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക. എന്നിട്ടോ അവർക്ക് നന്മ ചെയ്യണം എന്ന് കൂടി പഠിപ്പിക്കുന്നു. നോക്കൂ, ഖുർആൻ പറയാം, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല, അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് പോരാട്ടം നടത്താത്തവരോട്, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്തവരോട്, അൻ തബറൂഹും, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതിന് അല്ലാഹു വിരോധിക്കുന്നില്ല. അപ്പൊ തുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് നീതി കാണിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവാത്ത, നമ്മളോട് നമ്മെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കാത്ത എല്ലാ മതസ്ഥരോടും, എല്ലാ ജാതി മതസ്ഥരോടും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും കാരുണ്യത്തിലും പെരുമാറുകയും അവർക്ക് കഴിയുന്ന നന്മ ചെയ്യണം. കാരണം അള്ളാഹു അങ്ങനെയാണല്ലോ. റബ്ബിന്റെ ഭൂമി, ആകാശം, വെള്ളം, വായു, വെളിച്ചം, ഇതൊക്കെ റബ്ബ് എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ചതാണല്ലോ. വായു മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, വെള്ളം മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള വിഭവങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അതെല്ലാവരും ഉപയോഗിക്കുന്നത് പോലെ എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കുക. അതേ സമയത്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ വഅദല്ലാഹ്, അല്ലാഹ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, നിങ്ങളിൽ വിശ്വസിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചുകൊണ്ട് അമലു സ്വാലിഹാത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങൾക്ക് നാം പ്രാതിനിധ്യം നൽകും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ. വല യുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും, അവൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയ ദീനിൽ നിങ്ങൾക്ക് സൗകര്യം ചെയ്യുകയും വല യുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയത്തിന് ശേഷം നിങ്ങൾക്ക് നിർഭയത്വം പകരം നൽകുകയും ചെയ്യും. അതിനെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? യഅ്ബുദൂനനി, എന്നെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കുന്നത്. റബ്ബിനെ മാത്രം ആരാധിക്കുന്ന, ശിർക്ക് ജീവിതത്തിൽ കലരാത്ത, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചുകൊണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചുകൊണ്ട്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായി പഠിപ്പിച്ചത് ദീനായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തിന് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ സൗകര്യം ഞാൻ ഏർപ്പെടുത്തി തരും എന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു എന്ന് ആരാണ് പറയുന്നത്? ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, വാഗ്ദത്തം ലംഘിക്കാത്ത അള്ളാഹു നമ്മോടുള്ള വാഗ്ദാനാണ്. അപ്പൊ നമുക്ക് എവിടെയോ പിശക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടുന്നില്ല, നിർഭയത്വം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അള്ളാഹു പറയാണ്, തൗഹീദ് അനുസരിച്ച് ജീവിക്കുക, ആ തൗഹീദ് ജനങ്ങളോട് പറയുക, എല്ലാ ജാതി മതസ്ഥരോടും സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറുക, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അനുസരിച്ച് നിലകൊള്ളുക. എങ്കിൽ നിർഭയത്വത്തോടു കൂടി ജീവിക്കാവുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ശിർക്കിലേക്ക് പോകരുത്. വളരെ കൃത്യമായി നമ്മൾ പറയാ, യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ നിനക്ക് എന്നെ ആരാധിക്കുക. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നു. നോക്കി നിങ്ങൾ, ആ ആയത്ത് അവസാനിപ്പിക്കും വലിയൊരു ദൃഷ്ടാന്തം ആയത്തിന്റെ അവസാനം, വമൻ കഫറ ബഅദ ദാലിക, അതിനുശേഷം ആരെങ്കിലും കാഫിറാവുകയാണെങ്കിൽ. അതെന്താണെന്നറിയോ? ഈ ഭീഷണിയുടെ സാഹചര്യം നിലനിൽക്കുമ്പോൾ, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ പലരും എന്താവും?
ആ ഒന്ന് രാമസിംഹനായി നോക്കാമെന്ന് ചിന്തിക്കും. അതാ അള്ളാഹ് പറയുന്നത്, വമൻ കഫറ ബഅദ ദാലിക, ആരെങ്കിലും അതിനുശേഷം കാഫിറായി തീരുന്നുവെങ്കിൽ, സത്യനിഷേധിയായി തീരുന്നുവെങ്കിൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവനാകുന്നു അക്കൂട്ടരാകുന്നു അധർമ്മകാരികളെന്ന്. അവൻ ഈ ഭയാനകമായ സാഹചര്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ആരെങ്കിലും ഇസ്ലാം കൈയൊഴിക്കുന്നുവെങ്കിൽ അവനാകുന്നു ഏറ്റവും വലിയ അധർമ്മകാരി എന്ന് ഖുർആൻ പറയാം. അപ്പം ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ഓപ്ഷനേ മുമ്പിലുള്ളൂ. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും സഹനത്തോടെ ക്ഷമയോടുകൂടി നേരിടുക എന്നുള്ളത്. അതല്ലെങ്കിൽ ഹരേ ശ്രീരാം എന്ന് വിളിച്ചിട്ട് ഓരോ കൂടെ കൂടിക്കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ വമൻ കഫറ ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അങ്ങനെ ആരെങ്കിലും കാഫിറായി തീർന്നുവെങ്കിൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ഏറ്റവും വലിയ അധർമ്മകാരികളാണ് ഖുർആൻ പറയുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവസാനിപ്പിക്കാം, ഈ ബാധ്യത നിർവഹിക്കുക. മുസ്ലിം സമുദായത്തിന് ഒരു താക്കീത് കൂടി വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഇഹലോകവും പോയി പരലോകവും പോയി. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ മുസ്ലിമാണെന്ന് ജീവിക്കുന്ന പേര് കൊണ്ട് മുസ്ലിം ആവുന്നതോടുകൂടി എതിരാളികളുടെ കണ്ണിൽ അവർ മുസ്ലിമാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് നേരിടേണ്ടുന്ന എല്ലാ അക്രമങ്ങളും നേരിടേണ്ടി വരും. എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് കൃത്യമായി അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിലോ, ദുനിയാവിൽ ഷഹീദാവേണ്ടി വന്നാൽ പോലും നാളെ ആഖിറത്തിൽ അത്യുന്നതമായ പദവി കിട്ടും. എന്നാൽ അള്ളാഹുവിനെ അംഗീകരിക്കാതെ താന്തോന്നികളായി ജീവിക്കുന്ന ഒരവസ്ഥ മുസ്ലിം സമുദായത്തിനുണ്ടെങ്കിലോ, അള്ളാഹ് പറയാം, എതിരാളികളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്ന, എതിരാളികളെ കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹ് പറയാം, സൂറത്ത് ഇസ്രായേൽ അള്ളാഹു പറയാം, വഖളൈനാ ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ വലതഅലുന്ന ഉലുവൻ കബീറാ. ബനു ഇസ്രായേൽ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ബനു ഇസ്രായേൽ, അവരെ അള്ളാഹു ഏൽപ്പിച്ച ബാധ്യതകൾ നിർവഹിക്കാതെ താന്തോന്നികളായി ജീവിച്ച സമയത്ത് ബനു ഇസ്രായേൽ, ആ ബനു ഇസ്രായേലിയർക്ക് നാം വിധി നൽകി ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ, ലതുഫ്സിദുന്ന ഫിൽ അർളി മർറതൈൻ വലതുഅലുന്ന ഉലുവൻ കബീറ, നിങ്ങൾ ഭൂമിയിൽ 2 പ്രാവശ്യം ഫസാദിലാക്കപ്പെടുകയും നിങ്ങൾ ഔന്നിത്യം നടിക്കുകയും ചെയ്യും. എന്നിട്ടോ നിങ്ങൾ എതിരാളികളെ കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്നിട്ട് ഖുർആൻ പറയാം, ഫജാസു ഖിലാലദ്ദിയാരി വകാന വഅദൻ മഫ്ഊല, കൊള്ളയും അതിക്രമങ്ങളും കൊലപാതകങ്ങളുമായിട്ട് ജാസു ഖിലാലദ്ദിയാരി, വീടുകൾക്കിടയിൽ അവർ പരതി നടന്നു. ഈ മൂസാ നബിയുടെ അനുയായികളാണെന്ന് പറഞ്ഞ ആളുകളെ ശത്രുക്കളെ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു, നേരിട്ടു. ശത്രുക്കളെ ഒരു പരീക്ഷണമായി നിർത്തി. എന്നിട്ട് അവർ വീടുകളിൽ ഈ മൂസാ നബിയുടെ അനുയായികളെ പരതി നടന്നു. ബുഖ്തുൻ നസർ എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കൊണ്ട്, അതിശക്തനായ ഒരു രാജാവിനെ കൊണ്ട് പരീക്ഷിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുതരാണ്. ഇതുപോലെ തന്നെ മുസ്ലിമാണ് ഞാനെന്ന് പറയുകയും എന്നിട്ട് അവനവന്റെ ബാധ്യത നിർവഹിക്കാതെ താന്തോന്നികളായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ശത്രുക്കളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, 1, വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക, 2, സമാധാനത്തിനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അതോടൊപ്പം മറ്റുള്ള എല്ലാ മതസ്ഥർക്കും കഴിയുന്ന നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. പിന്നെ അതുപോലെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക. ഈ നിലക്ക് ജീവിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ള സഹായം ഉണ്ടാകും. അതല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം നേരിടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് ഇത്തരം പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ സഹനത്തോടെ ക്ഷമയോടെ നേരിട്ടുകൊണ്ട് റബ്ബിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ അത്യുന്നതമായ സ്ഥാനവും പദവിയും നൽകാനുള്ള അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരം പരീക്ഷണങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തുന്നത്. അതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല. ആ അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ ഒരു മാറ്റവും നീ കാണുകയില്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ സമൂഹങ്ങളെ ഇതുപോലെ പരീക്ഷിച്ചിട്ടുണ്ട്. ആ സമൂഹങ്ങളൊക്കെ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ അതിനെ സഹനത്തോടെ നേരിട്ടിട്ടുണ്ട്. അതേ രൂപത്തിലുള്ള അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ് നമ്മളും നേരിടുന്നത് എന്ന് മനസ്സിലാക്കുക. സഹനത്തോടുകൂടി, ക്ഷമയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ദീനിൽ അടിയുറച്ചു നിൽക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ റഹ്മാനായ റബ്ബ്
നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റഹ്മുറാഹിമിനായ റബ്ബെ, ഞങ്ങൾക്ക് നീ ഏർപ്പെടുത്തിയ പരീക്ഷണം നീ ഞങ്ങളിൽ നിന്ന് പിൻവലിക്കണ റഹ്മാനെ. ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങൾക്ക് നീ ഞങ്ങളെ വിധേയരാക്കല റഹ്മാനെ. ഞങ്ങളുടെ എതിരാളികൾക്കെതിരെ നിങ്ങളെ സഹായിക്കണ തമ്പുരാനെ. പടച്ചവനെ, ഈ എതിരാളികൾ ഞങ്ങൾക്കെതിരെ നടത്തുന്ന എല്ലാ കുതന്ത്രങ്ങളെയും നീ വിശ്വാസികളുടെ സമൂഹത്തിന് അനുകൂലമാക്കി തീർക്കണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, വിശ്വാസികൾ എന്ന നിലക്ക് ഞങ്ങളുടെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ. രണ്ട് ലോകത്തിന് ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.